ഹലോ ഗീസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് മലയാളം മാസം തുലാം 1-ാം തീയതി. ഞങ്ങളുടെ നാട്ടിലെ രായിരുന്നല്ലൂർ മലക്കയറ്റാണ്. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ എണീച്ച് ഞാനും അമ്മയും കൂടി മല കയറാൻ വേണ്ടി പോകാട്ടോ. കീടേനും കൂട്ടി പോകാമെന്ന് വിചാരിച്ചു, പക്ഷേ അവൾ തലേ ദിവസം ഇല്ലയെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടി പോകാൻ വേണ്ടി നിന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടോ ഈ നേരത്തെ മല കയറാൻ പോണത്. എല്ലാ കൊല്ലം ഞങ്ങൾ കയറും, പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വെയിലാറിയതിനു ശേഷം ഞങ്ങൾ കയറാറുള്ളൂ. ഇന്നൊന്നാമത് എനിക്ക് ലീവില്ല. നേരത്തെ കയറി ഇറങ്ങി ഒരു 11 മണിയാകുമ്പോഴേക്കും വർക്കിന് പോകണം. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 5:15 ആയിട്ടോ ടൈം. മെയിൻ എൻട്രൻസ് ഈ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ പതുക്കെ കയറാൻ തുടങ്ങി. കയറുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല, ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കയറി തുടങ്ങുമ്പോൾ നല്ല രസമാട്ടോ, നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള മൈൻഡ് സെറ്റിലാണ് കയറിയത്. ഐ തിങ്ക് ടോട്ടൽ ഒരു 300 സംതിങ് സ്റ്റെപ്സ് ഉണ്ട് എന്നാണ് കേട്ടറിവ്, അറിയില്ല എനിക്ക് കറക്റ്റ്. ഈ മലയുടെ മേലെ കയറിയിരുന്നാൽ ഞങ്ങളുടെ നാടൊക്കെ കാണാട്ടോ. കുറേ പേര് തൊഴുത് ഇറങ്ങി വരുന്നവരുണ്ട്. ഈ സമയത്ത് കയറാൻ നല്ല സുഖമാണ്, നല്ല ക്ലൈമറ്റും പിന്നെ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. കയറി തുടങ്ങിയ ഒരു പകുതിയല്ല, ഒരു കാൽ ഭാഗത്തിയപ്പോഴേക്കും നമ്മൾ കുഴങ്ങാൻ തുടങ്ങി. കുറച്ച് സ്റ്റെപ്പ് കയറും നിൽക്കും ഇതായിരുന്നു ഞങ്ങളുടെ പരിപാടി. അത്ര വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് കയറി വരാൻ പറ്റും. മേലെന്ന് താഴത്തേക്ക് നോക്കുന്ന ഒരു വ്യൂ അടിപൊളി, ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ ഏകദേശം മേലെ എത്തിയിട്ടോ. മേലെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. നമുക്ക് ക്യൂ ഒക്കെ ഉണ്ട് അമ്പലത്തിൽ കയറി തൊഴാൻ. മേലെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിന്റെ ഉള്ളിൽ നാരായണപ്രാന്തന്റെ കാൽപ്പാടുകളൊക്കെ ഉണ്ട്. നാരായണപ്രാന്തന്റെ കഥകൾ നിങ്ങൾക്ക് അറിയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്കാകെ നാരായണപ്രാന്തൻ കല്ലുരുട്ടി കയറ്റി താഴത്തേക്ക് ഇട്ട് പൊട്ടിച്ചിരിച്ചു, ആ കഥ മാത്രമേ എനിക്ക് അറിയുള്ളൂ കേട്ടോ. അതിന്റെ പിന്നിൽ വേറെ കുറേ കഥകളുണ്ട്. തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് തൊഴുതിറങ്ങാൻ പറ്റി. തുലാം 1 മാത്രമല്ല കേട്ടോ ഇവിടെ പൂജ ഉള്ളത്. നമുക്ക് എല്ലാ ദിവസവും ഇവിടെ നമ്പൂതിരി വന്ന് പൂജയും കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. പിന്നെ ഇതേപോലെ വൃശ്ചികം കാർത്തികയിൽ നമുക്ക് മല കയറാൻ കേട്ടോ. നമ്മളവിടുന്ന് വഴിപാടൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. അമ്പലത്തിന്റെ ഉള്ളിൽ നമുക്ക് ഫോൺ അലോഡ് അല്ല. അതിനുശേഷം നമ്മൾ നാരായണപ്രാന്തന്റെ സ്റ്റാച്ചു ഉണ്ട്, അവിടേക്ക് പോവാന്ന്. അവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ പറയേണ്ട അത്ര അടിപൊളിയാണ്. ഞങ്ങളുടെ നാട്ടുകാരൊന്നും സത്യം പറഞ്ഞ ഈ സമയത്ത് അവിടെ ഇല്ല കേട്ടോ, ഒക്കെ ദൂരത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇതിന്റെ മേലെ തന്നെ നമുക്ക് വെള്ളം, സംഭാരം അങ്ങനെയൊക്കെ കിട്ടും. കുറെ വെയ്യാത്ത ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ ഞാൻ അവരെ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഒരു 9 മണിക്ക് ശേഷം കയറുകയാണെന്നുണ്ടെങ്കിൽ നല്ല പൊരി വെയിലായിരിക്കും. നമുക്ക് എവിടെയെങ്കിലും ഒരു തണലത്ത് നിൽക്കാന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല കേട്ടോ. അവിടെ നല്ല ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ടായിരുന്നു. പിന്നെ എല്ലാ കൊല്ലം കാണുന്നത് ഒരു നാവുമ്പ ഷൂലൊക്കെ വെച്ചിട്ട്, പക്ഷെ ഞാൻ പ്രാവശ്യം കണ്ടില്ല കേട്ടോ അവരെ. ഈ കാണാൻ നമ്മുടെ നാരായണപ്രാന്തന്റെ സ്റ്റാച്ചു നല്ല ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. നോർമലി സമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പൊന്തയും കാടൊക്കെയാണ്. എന്നാലും നമുക്ക് അടിപൊളിയായിട്ട് കോട ഇറങ്ങണതൊക്കെ കാണാം. ഇവിടെ നിന്നൊക്കെ കുറെ വിശ്വാസമുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്, നാരായണപ്രാന്തനെ പ്രാർത്ഥിച്ചു പോണവരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അതൊക്കെ ആദ്യമായിട്ട് കാണാം. ഏകദേശം ഒരു സമയമാകുമ്പോഴേക്കും ആൾക്കാരുടെ എണ്ണം കൂടാൻ തുടങ്ങി. നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ ഞാനും അമ്മയായിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനൊന്നും ആരും ഉണ്ടായില്ല. 2 സാറുമാരെ കണ്ടു, അവർ നല്ല കമ്പനിയെ കുറച്ച് അവരോടൊക്കെ സംസാരിച്ചിരുന്നു. അവർ ഫസ്റ്റ് ടൈം കയറുകയാണ് ഈ മലയുടെ മുകളിൽ. കണ്ടു ഈ കാണാനാണ് നമ്മുടെ നാട്, എന്ത് ഭംഗിയല്ലേ കാണാൻ. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ പട്ടാമ്പിക്കൊപ്പം നടുവട്ടം എന്ന സ്ഥലത്താണ്. നമുക്ക് ചുരുങ്ങിയത് ഒരു 5-10 മിനിറ്റിന്റെ ആവശ്യമുള്ളൂ ഇങ്ങോട്ട് വരാൻ. ഈ കാണുന്നതായിട്ട് അമ്പലത്തിൽ തൊഴാനുള്ള ക്യൂ. ഞങ്ങൾ വരുമ്പോഴാണ് ഈ ഒരു ക്യൂ പോലും ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പതുക്കെ ഇറങ്ങാൻ തുടങ്ങി. ഇറങ്ങാൻ വേറെ വഴിയാട്ടോ. ഇറങ്ങുമ്പോൾ നല്ല വഴുക്കലുണ്ടായിരുന്നു, കാരണം തലേ ദിവസം നല്ല മഴയും കാറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ആ കളിവിളിയായി കിടക്കും. പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് ഇറങ്ങാൻ പറ്റി. എന്തായാലും ഇറങ്ങുന്ന സ്ഥലമൊക്കെ കാണാൻ നല്ല രസം. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കാട് പിടിച്ച് നല്ലൊരു വൈബായിരുന്നു. എന്തായാലും ഇറങ്ങുമ്പോഴും ഇതേപോലെ ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു കമ്മൽ മേടിക്കാൻ വേണ്ടി കയറി. കമ്മൽ ഇന്നെൻ്റെ ഒരു വീക്ക്നെസ് ആണല്ലോ, പിന്നെ അത് മേടിക്കാണ്ടിരിക്കില്ലല്ലോ. എന്തായാലും അത് മാത്രമേ മേടിച്ചുള്ളൂ, കാരണം തലേ ദിവസം ഞാനും ജിനിഷും കൂടി വന്നിട്ട് കുറേ സാധനങ്ങൾ മേടിച്ചു. നമുക്ക് എല്ലാം കൊണ്ട് അവിടെ നല്ല സേഫ് ആയിരുന്നു. പോലീസുകാർ, വളണ്ടിയേഴ്സ്, പിന്നെ അതുമാതിരി മെഡിക്കൽസ്, എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ കൊല്ലം ഉണ്ടാവാറുണ്ട് കേട്ടോ. ഈ വരുന്നവരൊക്കെ ഇനി കയറാനുള്ള ആൾക്കാരാണ്. ഇതൊന്നും അല്ല, ഇനി വരാൻ പോണേ ഉള്ളൂ. നമുക്ക് പിന്നെ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നൈസായിട്ട് ഇറങ്ങി. മല കയറി ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ വിഷ്ണുവിൻ്റെ അമ്പലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ എന്തായാലും 8:30 ആവും തുറക്കാൻ. ഞങ്ങൾ എന്നാലും ജസ്റ്റ് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. അവിടുന്ന് മല കാണും കേട്ടോ, പക്ഷേ ഈ കോട കാരണം നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അമ്മ അവിടെ തിരിയണ പോസൊക്കെ ചെയ്യാണ്. ഈ അമ്പലത്തിന്റെ പരിസരം കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി അമ്പലമാണ്. ഞങ്ങൾ ജസ്റ്റ് പുറത്തുനിന്ന് തൊഴുതിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഞാനും അമ്മയും ജസ്റ്റ് കല്യാണത്തിന് ഞങ്ങളൊരു ഡാൻസ് എടുത്തിരുന്നു. അപ്പോൾ അതിന്റെ സ്റ്റെപ്പ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ വിചാരിച്ച അമ്മ മറന്നു എന്നാണ് സ്റ്റെപ്പൊക്കെ, പക്ഷെ മറന്നിട്ടൊന്നുമില്ല, കളിക്കണമൊക്കെ ഉണ്ട്. നമുക്ക് വീഡിയോസ് എടുത്ത് തരാനൊന്നും ആളില്ല. ഞങ്ങളവിടെ മതിൽമ ചായച്ചിട്ടൊക്കെ കേട്ടോ എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ വീടെടുക്കലൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് എത്തിയപ്പോഴേക്കും അമ്മ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ നൈസായിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ അപ്പുറത്തൊക്കെ പാടം വയലൊക്കെ കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. ഞാനിങ്ങനെ വിചാരിച്ചു അടുത്ത് നമുക്ക് ഡാൻസിൻ്റെ ഒക്കെ വീഡിയോ അവിടെ വന്നിട്ട് എടുത്താലോ എന്നൊക്കെ, പക്ഷേ ഒന്നിനും സമയം കിട്ടുന്നില്ല കേസ്, ഓരോരുത്തരും ഓരോ വഴിക്കാണ്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്കൊന്ന് ചായയും കടിയും വയ്ക്കണം, നമുക്ക് പുറത്തുനിന്ന് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് വെള്ളപ്പവും എന്തോ ഒരു കറിയും കൂടി മേടിച്ചു. അങ്ങനെ ഫൈനലി നമ്മുടെ വീട്ടിലെത്തി. നല്ല വെയിൽ കിട്ടും. എത്തിയപ്പോഴേക്കും ഏകദേശം സമയം 8 മണിയായിട്ടുള്ളൂ. നമ്മൾ വളരെ നേരത്തെ എത്തി. അപ്പോൾ ഇനി കുളിക്കൊന്നും വേണ്ടല്ലോ, ഓൾറെഡി നമ്മൾ രാവിലെ കുളിച്ചിട്ടല്ലേ പോയത്. അപ്പോൾ എനിക്ക് 9:30 ഒരു ബസ് ഉണ്ട്. ഞാൻ നടുവട്ടം വഴിയാണ് പോവാറ്, പക്ഷേ
നടുവട്ടൊന്ന് ബ്ലോക്ക് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു മേലെ കൂടെയാണ് പോയത്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കറണ്ടും പോയി. ഇന്ന് ഫുൾ എനർജി ആയിരുന്നു. രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോയി, അത് നേരത്തെ. അപ്പം നമുക്കൊരു ക്ഷീണമൊന്നും തോന്നിയിട്ടില്ല. മലയുടെ മുകളിൽ നിന്ന് കുറേ സബ്സ്ക്രൈബേഴ്സിനും കിട്ടി. ഇന്ന് എനിക്ക് ലീവാണെന്നുണ്ടെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഈ നേരത്തൊന്നും പോവില്ല കേട്ടോ. കാരണം ഞാനും ജിൻഷി അഞ്ചും കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ട് പ്ലാൻ ഇട്ടിരുന്നു. പക്ഷേ പോകാൻ പറ്റിയില്ല കേസ്. എന്തായാലും നേരത്തെ കയറി വന്നു. അപ്പോൾ കേസ് നമുക്ക് ഡ്രസ്സൊക്കെ മാറി ഇനി വർക്കിന് പോകാനുള്ളത് നോക്കണം. നിങ്ങൾക്ക് നാനാത് പ്രാന്തിൻ്റെ കഥ കേൾക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. എനിക്ക് ക്ലിയർ ആയിട്ട് ഫുൾ അറിയില്ല. ഞങ്ങളൊരു നാട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത നല്ല വീഡിയോയിലും കാണാം. ബൈ.